ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. മധുരം എല്ലാം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെ കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് വെള്ള അവിലാട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചോപ്പ് അവിലില്ലേ അത് വേണമെങ്കിലും എടുക്കാം. അതിപ്പോൾ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് അവിലിൻ്റെ കണക്കാട്ടോ പറയുന്നത്. നല്ല പോലെ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ അവിലൊന്ന് ഒന്ന് വറന്ന് വന്നാൽ ഇനിയിപ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ല പോലെ വീണ്ടും നല്ലോണം വറുത്തെടുത്തിട്ട് ഒരു ക്രിസ്പി ആവൂലേ, കൈമേലിട്ടിട്ട് ഒരു പൊടിഞ്ഞ് പോകുന്ന ടൈപ്പിൽ അങ്ങനെ കിട്ടണം കേട്ടോ നമുക്ക്. അതാട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇതാ അങ്ങനെ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് ബദാമില്ലേ അതാട്ടോ എടുക്കുന്നത്. ബദാം അല്ലെങ്കിൽ കടലയില്ലേ, നിലക്കടല അതെടുക്കുക, അല്ലേ കാഷ്യൂ ഏതെങ്കിലും നട്ട്സ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വല്ലാണ്ട് തീ കൂട്ടി പോകണ്ട കേട്ടോ. അപ്പം കരിഞ്ഞ ഫ്ലേവർ വരും നമ്മൾ ലാസ്റ്റ് കഴിക്കുന്ന സമയം. അപ്പോൾ ഇതാ അതും നല്ലോണം വറുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിലിൻ്റെയും തേങ്ങയുടെയും മിക്സില്ലേ അത് കുറച്ച് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരത്തെ ബദാമില്ലേ അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. മുഴുവനായിട്ടുള്ള അവിലും ഞാൻ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബദാമും കൂടിയും പൊടിച്ചെടുക്കാം. ബദാം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം ഹൈ ഫ്ലെയിമിലിട്ട് അടിക്കേണ്ട. അങ്ങനെ ആകുമ്പോൾ എണ്ണ ഊറി വരും. അപ്പം ഒരുമാതിരി കട്ടി പിടിച്ച പോലെ ആയിപ്പോകൊണ്ട് പൾസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ അടിച്ചിട്ട് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതില്ലേ അതാട്ടോ ഇട്ട് കൊടുത്തത്. ഏകദേശം 1 കപ്പ് തന്നെ ഉണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ ശർക്കര ഇവിടെ നല്ല പോലെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും അതിന്മേൽ കച്ചറ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിലും തേങ്ങേൻ്റെ മിക്സിയില്ലേ ബദാമൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്തതാണല്ലോ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു അളവിൽ ഇത് കറക്റ്റാട്ടോ. അഥവാ ഈ സമയം നമ്മൾ അവിൽ കൂടുതലാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയം നമുക്ക് ഇങ്ങനെ നമ്മളെ തൊണ്ടയിൽ ഇങ്ങനെ കുത്തുന്ന പോലെ ഉണ്ടാകും. ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ അവിൽ ശർക്കര മെൽറ്റ് ചെയ്യുമ്പോഴുള്ള വെള്ളത്തിൻ്റെ കണക്കും ഒക്കെ കറക്റ്റായിട്ട് തന്നെ വേണം കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാനിത് ഇവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായിൻ്റെ പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് കടിക്കാം നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബദാം തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ്, നിങ്ങൾ ഏത് നട്ട്സാണോ എടുക്കുന്നത് അത് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം നെയ്യില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നെയ്യും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മളിത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആണെങ്കിൽ ഒട്ടും എണ്ണയില്ലല്ലോ, ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ടെന്ന് ഒരാവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് പോയതിന് ശേഷം വല്ലാണ്ട് തണുക്കാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. ഇതേപോലെ ചെറിയൊരു അടപ്പില്ലേ അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കിട്ടേണ്ടിയിട്ട് മാത്രം കേട്ടോ. നിങ്ങൾക്ക് വേണേൽ ഉരുട്ടിയെടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ കാണാനും നല്ല മൊഞ്ചുണ്ടാവും. അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്.
ഈ മൂടിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമുക്കങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രസമില്ല. ജസ്റ്റ് ഒരു കോയിൻ്റെ വലുപ്പമൊക്കെ തന്നെയാണ് ഇതുള്ളൂ. കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഭയങ്കര രസമായിട്ട് ഇത് കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ അവിലും ശർക്കരയും കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം.